രാജീവ് ചന്ദ്രശേഖർ സംസ്ഥാന അധ്യക്ഷനായി ചുമതലയേറ്റ ശേഷമുള്ള ബിജെപിയുടെ ആദ്യ കോർ കമ്മിറ്റി യോഗം തിരുവനന്തപുരത്ത് തുടങ്ങി. ഭാരവാഹി തെരഞ്ഞെടുപ്പും തദ്ദേശ തെരഞ്ഞെടുപ്പുമാണ് യോഗത്തിന്റെ മുഖ്യ അജണ്ട. ശ്രീകാന്ത് വിവരങ്ങളുമായി. ശ്രീകാന്ത്, പ്രധാനപ്പെട്ട ഒരു യോഗമാണ്. അതിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ അജണ്ടയാവുകയാണ്, ചർച്ചയാവുകയാണ്. അപ്പം പുതിയ ടീം എങ്ങനെയായിരിക്കും എന്നതിലും ഒരു തീരുമാനമുണ്ടാകില്ലേ? സാധ്യതയില്ല, പക്ഷെ അതിന്റെ പ്രാഥമിക ചർച്ചകൾ ഇന്നുണ്ടാകും എന്നുള്ള കാര്യം ഉറപ്പാണ്. ചില ആളുകളുടെ കാര്യത്തിലെങ്കിലും ഒരു അന്തിമമായ ഒരു തീരുമാനത്തിലേക്ക് എത്താനും സാധ്യതയുണ്ട്. നേരെ മറിച്ച് ഇന്ന് തദ്ദേശ തെരഞ്ഞെടുപ്പ് അടക്കമുള്ള കാര്യങ്ങൾ വലിയ ചർച്ചയായി വരാൻ സാധ്യതയുണ്ട്. പുതിയ സംസ്ഥാന അധ്യക്ഷൻ ചുമതലയേറ്റ ശേഷമുള്ള ആദ്യ കോർ കമ്മിറ്റി യോഗമാണ്. ഇതൊരു അഡ്ഹോക് കോർ കമ്മിറ്റി എന്ന രീതിയിൽ കണ്ടാൽ മതി. ഇനി അടുത്തതായി ചേരാൻ പോകുന്ന കോർ കമ്മിറ്റിയാകും പുതിയ അധ്യക്ഷന്റെ യഥാർത്ഥ ടീം എന്ന് പറയുന്നത്. പക്ഷേ ഇതിൽ തന്നെയുള്ള ചില ആളുകൾ എന്തായാലും അടുത്ത കോർ കമ്മിറ്റിയിലും ഉണ്ടാകും എന്നുറപ്പായിട്ടുണ്ട്. ജാതി സമവാക്യങ്ങൾ നോക്കണം, അതോടൊപ്പം തന്നെ പാർട്ടിയിലെ ഗ്രൂപ്പുകൾ അത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ നോക്കണം. അങ്ങനെ ഇതെല്ലാം നോക്കിയാണ് രാജീവ് ചന്ദ്രശേഖർ പോകുന്നതെങ്കിൽ ഏപ്രിൽ 15-ന് മുൻപായി ഈ കാര്യങ്ങൾ നടത്തി തീരില്ല എന്നുറപ്പാണ്. പക്ഷേ അദ്ദേഹം ഒരു പ്രൊഫഷണൽ സംവിധാനം, അതായത് പണിയെടുക്കുന്നവർക്ക് ചുമതല എന്ന രീതിയിലേക്ക് കൊടുക്കാൻ തീരുമാനിച്ചാൽ ഏപ്രിൽ 15-ന് മുൻപ് കാര്യങ്ങൾ ഭംഗിയായി പൂർത്തിയാക്കി മുന്നോട്ട് പോകാം. ജില്ലാ ഭാരവാഹികളും സംസ്ഥാന ഭാരവാഹികളും സംസ്ഥാന കോർ കമ്മിറ്റി അംഗങ്ങളെയും അദ്ദേഹത്തിന് തിരഞ്ഞെടുക്കണം. അതോടൊപ്പം തന്നെ വിവിധ മോർച്ചകളുണ്ട് ബിജെപിയുടെ, അതിൻ്റെ തന്നെ ഭാരവാഹികളെയും തിരഞ്ഞെടുക്കാനുമുണ്ട്. രാജീവ് ചന്ദ്രശേഖർ സംസ്ഥാന അധ്യക്ഷനായി ചുമതലയേറ്റ ശേഷമുള്ള ബിജെപിയുടെ ആദ്യ കോർ കമ്മിറ്റി യോഗമാണ് തിരുവനന്തപുരത്ത് തുടങ്ങിയത്. പ്രധാനപ്പെട്ട ഒരു യോഗമാണ്. ഭാരവാഹി തെരഞ്ഞെടുപ്പ്, തദ്ദേശ തെരഞ്ഞെടുപ്പൊക്കെ യോഗത്തിന്റെ മുഖ്യ അജണ്ടയാണെന്നതാണ് ശ്രീകാന്ത് നൽകിയ വിവരം.